ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം 6ാമത്തെ അധ്യായം ഞാനാണ് താരം എന്ന് പറയുന്ന ഈ പാഠഭാഗത്തെക്കുറിച്ചാണ്. ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ടീച്ചർ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് എടുത്തു തന്നത്. പുതിയ അധ്യായമാണ്. ഇതുവരെ അണ്ണാൻ കുഞ്ഞും മാനമൂപ്പനും എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു നമുക്ക് എടുത്തിരുന്നത്. ഇന്ന് വെള്ളവും അതിൻ്റെ ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒക്കെ പാഠഭാഗമാണ് ഇന്ന് എടുത്തത്. ഇന്നത്തെ പാഠഭാഗം നമ്മൾ വായന തുടങ്ങിയിട്ടില്ല. വെള്ളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ പ്രവർത്തനം നമുക്ക് എടുത്തിട്ടുണ്ട്. മുങ്ങിയതേത് പൊങ്ങിയതേത് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഇന്ന് നമുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഈ ഭാഗം നമുക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ നമ്മോട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. നമ്മളോട് ചെയ്തു വരാൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ, വെള്ളം എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആ ആവശ്യങ്ങൾ എഴുതാനാണ് ഒരു പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ പ്രവർത്തനം ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് അത് നിരീക്ഷിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ പ്രവർത്തനം വസ്തുക്കളെ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്നവ മുങ്ങിക്കിടക്കുന്നവ എന്ന് തരംതിരിച്ച് എഴുതാനാണ്. ഈ 3 പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മോട് ചെയ്യാൻ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യം വെള്ളം എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. നമുക്ക് ആ ആവശ്യങ്ങളൊന്ന് കാണാം. വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. കുളിക്കാൻ വെള്ളം ഉപയോഗിക്കുന്നു, വസ്ത്രങ്ങൾ അലക്കാൻ കഴുകാൻ വെള്ളം ഉപയോഗിക്കുന്നു, പാത്രം കഴുകാൻ വെള്ളം ഉപയോഗിക്കുന്നു, നിലം തുടക്കാൻ, നമ്മളെ വീട്ടിലൊക്കെ നിലം തുടക്കാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്, ഭക്ഷണം പാകം ചെയ്യാൻ അതായത് ആഹാരം പാകം ചെയ്യാൻ, ആഹാരം ഉണ്ടാക്കാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്, വീട് നിർമ്മിക്കാൻ, വീട് മാത്രമല്ല ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്, വാഹനങ്ങൾ കഴുകാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്, കൃഷി ചെയ്യാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്, എല്ലാ കൃഷിക്കും വെള്ളം വേണം, കുടിക്കാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കറിയാം. ഇതല്ലാത്ത ആവശ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് എഴുതി നിങ്ങൾ വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതാണ് ഒരു പ്രവർത്തനം. ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. 2ാമത്തെ ഒരു പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ് നിരീക്ഷിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. ഒരു ജലസ്രോതസ് നിരീക്ഷിച്ച് ഒരു കുറിപ്പ് എഴുതുക. ആദ്യം ഈ കുറിപ്പ് എഴുതുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ എന്ന് നമ്മൾ കണ്ടെത്തണം. ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു നമ്മുടെ പരിസരത്തുള്ള ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തണം. ഒന്നാമത് നമ്മൾ ചെയ്യുന്നതാണ്. അതിനുശേഷം ഒരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആ കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടണമെന്നാണ്. ഈ 2 കാര്യവും പരിശോധിച്ചതിന് ശേഷം നമുക്കൊരു മാതൃക കുറിപ്പ് കാണാം. ആദ്യം നമ്മുടെ പരിസരത്ത് കാണുന്ന ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. നോക്കൂ, നമ്മുടെ ചുറ്റുപാടുമുള്ള ജലസ്രോതസ്സുകൾ ടീച്ചർ തന്നെ ഒരുപാട് ജലസ്രോതസ്സുകളെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. കിണർ, പുഴ, അരുവി, ചെറിയ ചെറിയ തോട് പോലെയുള്ള സംഗതികൾക്കാണ് അരുവി, ചെറിയ നീരൊഴുക്കിനെയാണ് അരുവി എന്ന് പറയുന്നത്. മഴ, തോട്, കായൽ, കുളം, കടൽ, വയൽ, ചോല, ഇതൊക്കെ നമ്മുടെ പരിസരത്ത് കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ജലസ്രോതസ്സുകളാണ്. ഈ ജലസ്രോതസ്സുകളിൽ നിന്നും ഞാൻ എൻ്റെ വീടിനടുത്തുള്ള പുഴ എന്ന് പറയുന്ന വലിയ ഒരു ജലസ്രോതസ്സിനെ കുറിച്ചാണ് ഒരു കുറിപ്പ് എഴുതുന്നത്. പുഴയെക്കുറിച്ചൊരു കുറിപ്പാണ് ഞാൻ എഴുതുന്നത്. ഈ കുറിപ്പ് എഴുതുമ്പോൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ജലസ്രോതസ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ കുറിപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലെ വെള്ളം ശുദ്ധമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
വെള്ളം എന്തൊക്കെ ആവശ്യത്തിനാണ് ആ ജലസ്രോതസ്സിൽ നിന്ന് എടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഏതൊക്കെ ജീവികൾ ആ ജലസ്രോതസ്സിൽ വളരുന്നുണ്ട് എന്ന് നമ്മളെ കുറിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഏതൊക്കെ ജലസസ്യങ്ങൾ ആ ജലസ്രോതസ്സിൽ വളരുന്നുണ്ട് എന്നും നമ്മൾ ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം ഒരു നിരീക്ഷണക്കുറിപ്പ്. അത്തരത്തിലുള്ള ഒരു മാതൃക നിരീക്ഷണക്കുറിപ്പ് നമുക്ക് നോക്കാം. നോക്കൂ, ഞാൻ പുഴയെക്കുറിച്ചാണ് ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ചെറിയ ചെറിയ വെള്ളച്ചാലുകൾ, നമ്മൾ അരുവികൾ എന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണ് വെള്ളച്ചാലുകൾ. വെള്ളച്ചാലുകൾ ചേർന്നാണ് പുഴയാകുന്നത്. ധാരാളം സ്ഥലങ്ങളിലൂടെ ഒഴുകി വരുന്ന പുഴ അവസാനം കടലിൽ ചെന്ന് ചേരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും പുഴയിലൂടെ ഒഴുകുന്നത്. ഈ പുഴയിലെ വെള്ളം ധാരാളം ആളുകളും ജീവികളും വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. കൃഷിക്കും കുടിക്കാനും കുളിക്കാനും വൈദ്യുതി ഉത്പാദിപ്പിക്കാനും ജലസേചനത്തിനും എല്ലാം ഈ പുഴയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ധാരാളം ജീവികൾ പുഴയിൽ ജീവിക്കുന്നു. മീനുകൾ, ഞണ്ടുകൾ, നീർനായ, ആമ, നീരാളി, നീർക്കോലി തുടങ്ങിയ ധാരാളം ജീവികൾ പുഴയിൽ ജീവിക്കുന്നു. ജീവികൾ മാത്രമല്ല, ആമ്പൽ, താമര, കുളവാഴ, പായൽ തുടങ്ങിയ ധാരാളം ജലസസ്യങ്ങളും പുഴയിലുണ്ട്. കൂട്ടുകാരെ, നമ്മൾ പുഴ എന്ന് പറയുന്ന ജലസ്രോതസ്സിനെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ. ഇത് ചെറിയൊരു കുറിപ്പാണ്. കൂട്ടുകാരെ, ഇതിന് മനോഹരമായി ഒരു ജലസ്രോതസ്സിനെ കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കി, പുഴയോ കുളമോ തോടോ ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ പരിസരത്തുള്ള നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇനി നമ്മോട് അവസാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്, വസ്തുക്കളെ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്നവ, മുങ്ങിക്കിടക്കുന്നവ എന്ന് തരംതിരിച്ച് ഒരു ടേബിളാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വസ്തുക്കളെ, സാധനങ്ങളെ വെള്ളത്തിലിട്ടാൽ ചിലത് പൊങ്ങിക്കിടക്കും, ചിലത് മുങ്ങിക്കിടക്കും. അത് ഏതാണ് തരംതിരിച്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു മാതൃക ഒന്ന് നോക്കാം. നോക്കൂ, വെള്ളത്തിൽ മുങ്ങുന്നവ, പൊങ്ങുന്നവ, ഇങ്ങനെ ക്രമ നമ്പറിട്ട് ഉപയോഗിച്ച വസ്തുക്കളെ പേരെഴുതി അതിൽ പൊങ്ങിക്കിടക്കുന്നവയും മുങ്ങിക്കിടക്കുന്നവയും എഴുതാനായിരുന്നു ടീച്ചർ പറഞ്ഞിരുന്നത്. ഞാനിവിടെ 9 സാധനങ്ങളെ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അതിൽ മുങ്ങിക്കിടക്കുന്നതും പൊങ്ങിക്കിടക്കുന്നതും വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. കൂട്ടുകാരെ ഒന്ന് നോക്കുക. ആദ്യം ഒന്ന് കല്ല് വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ആ സമയത്ത് ഞാൻ പഠിച്ച സമയത്ത് വെള്ളത്തിൽ കല്ലിട്ടപ്പോൾ അത് മുങ്ങിക്കിടന്നു. അടുത്തത് പേപ്പറാണ്, പേപ്പർ പൊങ്ങിക്കിടക്കുന്നു. ആണിയാണ്, ആണ് മുങ്ങിക്കിടക്കുന്നു. ഉണങ്ങിയ ഒരു ഇല, അത് പൊങ്ങിക്കിടക്കുന്നു. പന്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ചില്ലു ഗ്ലാസ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. നാണയം മുങ്ങിക്കിടക്കുന്നു. പെൻസിൽ പൊങ്ങിക്കിടക്കുന്നു. ചോക്ക് മുങ്ങിക്കിടക്കുന്നു. നോക്കൂ, ഞാൻ 9 സാധനങ്ങളാണ് പരീക്ഷിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് പരീക്ഷിച്ചതിന് ശേഷമായിരിക്കണം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്നവയും പൊങ്ങുന്നവയും നിങ്ങൾ വേർതിരിച്ച് എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ പരീക്ഷണം നടത്തി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പരീക്ഷണം പൂർത്തിയാക്കി ഇങ്ങനെ ടാബിളാക്കി എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മോട് പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇത് പാഠത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. ഇനി ധാരാളം പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് ഇതിൽ വരാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.